സബ്മിഷൻസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഈ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ റൂൾ 15 നോട്ടീസായിട്ട് ഈ സഭയിൽ അവതരിപ്പിച്ചതാണ്. അന്ന് വളരെ വിശദമായി മന്ത്രി 2 പ്രാവശ്യം മറുപടി പറഞ്ഞു. ഞങ്ങൾ ചോദ്യം ചോദിച്ചു, നിങ്ങൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ വരുന്നു. മന്ത്രി മൗനം അവലംബിച്ചു ഈ സഭയിൽ. അതിനുശേഷം ഇന്നലെ മാധ്യമ വാർത്തകൾ വരുന്നു, മന്ത്രിസഭാ യോഗം ഇത് തീരുമാനിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ മന്ത്രി അതിന് വിശദീകരണം നൽകുകയാണ്. സർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ് എന്ന് ഇത് മുൻപൂടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. സർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം സഭയിൽ പ്രഖ്യാപിക്കണമായിരുന്നു. സാർ, അത് പ്രഖ്യാപിക്കാത്തത് മാത്രമല്ല ഞങ്ങളുടെ വിഷയം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തുകൊണ്ടാണ്. സാർ, ഇപ്പോൾ 70% എന്നുള്ള സബ്സിഡി 35% മാറ്റുകയാണ്. സബ്സിഡി ഗണ്യമായി കുറയുകയാണ്. ഇപ്പോൾ തന്നെ ഒരു സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റിലും 13 നിത്യോപയോഗ സാധനങ്ങളില്ല. ഇനി ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സബ്സിഡി കുറച്ച് വില കൂട്ടി വിൽക്കുന്നൊരു സ്ഥിതിയാണ്. സാർ, ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും? സർക്കാരിൻ്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാനിടയാകുകയും ചെയ്യും. സാർ, രൂക്ഷമായ വിലവർദ്ധനവ് കൊണ്ടും സർക്കാരിൻ്റെ തുടർച്ചയായ നികുതി പിരിവ് കൊണ്ടും പൊറുതിമുട്ടി ഇവിടെ ആളുകൾ അവരുടെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ, ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്, അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എത്ര അപകടകരമായ, സഭയെ അറിയിക്കാതെ എടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സാർ, ഇപ്പോൾ തന്നെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇവിടെ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നു. സാർ, ഈ വിലവർദ്ധനവ് പലപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമായ, അത് സ്പീക്കറല്ലേ ചോദിക്കുന്നത്, ആളാണ് നിയന്ത്രിക്കുന്നത്, അല്ല അങ്ങാണ് സ്പീക്കർ, അല്ല അങ്ങാണ് സ്പീക്കർ, അവിടെയുള്ളവരാണ് സംസാരിച്ചോ. അല്ല അങ്ങാണ് സ്പീക്കർ, അല്ല അങ്ങാണ് സ്പീക്കർ, അങ്ങ് കൺക്ലൂഡ് ചെയ്തോ. അല്ല മിണ്ടായിരിക്കാൻ പറയാം. സാർ, ഇത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ്. കേരളം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുക. സാർ, അദ്ദേഹം പറയട്ടെ, ക്ഷമാപൂർവ്വം കേൾക്ക്, അദ്ദേഹം പറയട്ടെ. ഞാൻ പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാർ, 1981 മാവേലി സ്റ്റോർ എന്ന പേരിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചത്. തുടക്കത്തിൽ വിപണി ഇടപെടലിൻ്റെ പ്രവർത്തനം അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവയിൽ പരിമിതപ്പെട്ടിരുന്നു. വിപണി ഇടപെടൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അരിയുടെ വില ഓപ്പൺ മാർക്കറ്റ് വിലയേക്കാൾ 20% കുറച്ചും മറ്റിനങ്ങൾക്ക് വിപണി വിലയേക്കാൾ 10% കുറച്ച് നൽകുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. 2014 ഒടുവിലായി സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. അതിനു മുമ്പ് കാലാകാലങ്ങൾ സബ്സിഡി വില പരിഷ്കരിച്ച് വരികയായിരുന്നു. സാർ, ഇവരുടെ ഭരണകാലത്ത് 2013 ഓഗസ്റ്റ് മാസം, 2014 ഒരു വർഷത്തിനുള്ളിൽ ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല സാർ.
2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന നയപരമായ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2014 ഡിസംബർ നിലവിലുണ്ടായിരുന്ന വിലയ്ക്കാണ് അവശ്യ വസ്തുക്കൾ ഇന്ന് വരെ നൽകിയിരുന്നത്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലമായി പൊതുവിപണിയിലുണ്ടായ വില വ്യത്യാസത്തിൻ്റെ ഫലമായി നിലവിലുള്ള പൊതുവിപണി വിലയും സബ്സിഡി വിലയും തമ്മിൽ വലിയ വ്യത്യാസമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതുമൂലം ഭീമമായ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സഭയിൽ എത്ര തവണയാണ് പ്രതിപക്ഷം സപ്ലൈകോയെ രക്ഷപ്പെടുത്തുന്ന കാര്യം സംസാരിച്ചത്? അതെല്ലാവരും മറന്നുപോവുകയാണ് സാർ. ഇതുമൂലം പ്രതിമാസം ശരാശരി 35-40 ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട്. വിപണി ഇടപെടൽ പ്രവർത്തനത്തിലൂടെ സപ്ലൈകോയ്ക്ക് പ്രതിമാസം 35 കോടി രൂപയുടെയും പ്രതിവർഷം 425 കോടിയുടെയും സബ്സിഡി ബാധ്യത ഉണ്ടാകുകയാണ്. ഇത്തരത്തിലുള്ള ശക്തമായ വിപണി ഇടപെടൽ കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് കൂടി രാജ്യത്തെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഏറ്റവും കുറഞ്ഞ തോതിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷം അറിയണം. സാർ, സബ്സിഡി വില 35% കുറവിൽ നിജപ്പെടുത്തിയാൽ പൊതുവിപണിയിൽ 1446 രൂപ നിരക്കിൽ വാങ്ങുന്ന സാധനങ്ങൾ 940 രൂപയ്ക്ക് ഗുണഭോക്താവിന് ലഭിക്കും. സാർ, ഇതിലൂടെ 506 രൂപയുടെ സബ്സിഡി ആനുകൂല്യം ഒരു ഉപഭോക്താവിന് ലഭിക്കുകയാണ്. സാർ, മാതൃകാപരമായ ഈ വിപണി ഇടപെടൽ സംവിധാനത്തിൻ്റെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നും ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സംവിധാനം സുസ്ഥിരവും ശാശ്വതവുമായി നിലനിർത്തുന്നതിന് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. അതല്ലല്ലോ സബ്മിഷൻ, വിലക്കയറ്റല്ലേ സാർ? ഒരു കാര്യം അതല്ലല്ലേ വിലവർദ്ധനവല്ലേ? യാതൊരു പെരുമാറ്റവും എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സാർ.